വിവാഹ ജീവിതത്തിലുള്ള സംതൃപ്തിയാണ് മനുഷ്യന് കൂടുതൽ സംതൃപ്തി കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ നേരെ വിപരീതമാണ് ചാനലുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുമല്ല, വിവാഹം കഴിച്ചവരിലാണ് ഇപ്പോൾ ഒരുപാട് ബെനഫിറ്റുകൾ ഇപ്പോൾ പിന്നെ ഇതിൽ നടന്ന വേറെ കുറേ വിവാഹ ജീവിതത്തിൻ്റെ ബെനഫിറ്റുകൾ നടന്ന കുറേ പഠനങ്ങളുണ്ട് സിംഗിൾസിനെ അപേക്ഷിച്ച്. സിംഗിൾസ് എന്ന് പറയുമ്പോൾ പിന്നെ നോൺ മാരീഡ്, ഡൈവേഴ്സ്, സെപ്പറേറ്റഡ്, വിഡോഡ്, ഇങ്ങനെയൊക്കെ നോക്കിയിട്ടുള്ള സിംഗിൾസും വിവാഹിതരും തമ്മിലുള്ള പഠനങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് മരിക്കുന്നത് സിംഗിൾസാണ്. ഓ. വളരെ രസകരമായ പഠനങ്ങളാണ്. അപ്പോൾ കൂടുതൽ കാലം ജീവിക്കുന്നത് ആരാ? വിവാഹിതരാണ്. അപ്പോൾ അതെന്തുകൊണ്ടാ വെച്ചാൽ, അപ്പോൾ അതിൻ്റെ റീസൺസിലേക്ക് പോകുമ്പോൾ എന്താ വെച്ചാൽ, വിവാഹിതരായ ഒരാൾ പിന്നെ ഒരു ഡ്രഗ്സിലേക്കും ഇതിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഏതെങ്കിലും വിവാഹിതരായാൽ പൊതുവേ എന്ത് ചെയ്യും, എന്തെങ്കിലും ഡ്രഗ് യൂസ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ നോക്കും. കുറച്ചുകൂടി മെച്ചോർഡ് ആവും. അപ്പോൾ അത് മാറ്റാൻ നോക്കും. കാരണം വിവാഹ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അതൊക്കെ മാറ്റാൻ നോക്കും. രണ്ടാമത് നമുക്കൊരു പാർട്ട്ണർ വരികയാണ്. സ്വാഭാവികമായിട്ടും ഒരാൾക്കൊരു ദുശ്ശീലമുണ്ടെങ്കിൽ പാർട്ട്ണർ എന്ത് ചെയ്യും, അത് ഒരു പ്രഷർ ചെയ്യും അത് നിർത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊതുവേ മാരീഡായ ആളുകൾക്കിടയിൽ ഇങ്ങനത്തെ ദുശ്ശീലം കുറവായതുകൊണ്ട് മാരീഡിനേക്കാൾ കൂടുതൽ പിന്നെ പെട്ടെന്ന് മരിക്കുന്നത് സിംഗിൾസ് ആണെന്നുള്ള പഠനമുണ്ട്. മാത്രമല്ല സിംഗിൾസായ ആളുകൾ റാഷ് ഡ്രൈവിങ് കൂടുതലായിരിക്കും. റാഷ് ഡ്രൈവിങ്, വണ്ടി ഓടിക്കുമ്പോൾ റെക്ലെസ് ഡ്രൈവിങ്, റാഷ് ഡ്രൈവിങ് കൂടുതലായിരിക്കും. വിവാഹിതരായവർ പൊതുവെ കുറച്ച് കാമായിട്ട് വണ്ടി ഓടിക്കുള്ളൂ. അപ്പോൾ ആക്സിഡൻറ്റിലും അവർ മരണപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. തമാശയായിട്ട് പറഞ്ഞല്ല, പഠനങ്ങളുള്ളതാണ്. അപ്പോൾ ഈ പഠനങ്ങളൊക്കെ നടക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ US ഒരു സെക്ഷൽ റെവല്യൂഷൻ 70കളിൽ ഇങ്ങനെ സ്കൈ റോക്കറ്റ് പോലെ കൂടിയിട്ട് അതിൻ്റെ എല്ലാ കെടുതികളും അനുഭവിക്കുന്ന 90കളുടെ അവസാനത്തിലാണ് ഇങ്ങനത്തെ ഒരു പഠനം നടക്കുന്നത്. ദ കേസ് ഫോർ മാരേജ് എന്ന് പറഞ്ഞാൽ ലിൻഡ ആൻഡ് മാർഗി ഇവരൊരു ബുക്കുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനത്തെ കുറേ പഠനങ്ങൾ വെച്ചിട്ട് അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് മാരീഡായ ആളുകൾ കൂടുതൽ ഹാപ്പിനെസ്സും കൂടുതൽ ആരോഗ്യകരമായിട്ടും നിൽക്കുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ ആരോഗ്യം നോക്കുമ്പോൾ ആരോഗ്യം കൂടുതലും പിന്നെ മാരീഡായ കപ്പിൾസിനാണ്. കാരണം എന്താ വെച്ചാൽ, ഇതേപോലെ ഒരാൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും, ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയാൽ മറ്റേ ആൾ അവിടെ സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അയാൾക്ക് എപ്പോഴും ഒരു ഇമോഷണൽ സപ്പോർട്ടും ഇക്കണോമിക്കൽ സപ്പോർട്ടും ഉണ്ട്. മറ്റേ ആൾ സിംഗിൾസിന് അത് കിട്ടുന്നില്ല. ഇവർ ഇമോഷണലി എപ്പോഴും എന്താണ് ഒരു ചാർജ്ഡ് ആവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ പിന്നെ ആരോഗ്യം എപ്പോഴും മറ്റവരെക്കാളും കൂടുതൽ ഇവർക്കാണ് എന്നുള്ളതുണ്ട്. ഇക്കണോമിക്കലി ഇപ്പോൾ ഭാര്യയും ഭർത്താവും ആകുമ്പോൾ ഇവർക്ക് പിന്നെ 2 പേർക്കും കൂടിയും ഒരു വീട് മതി, 2 ആൾക്കും കൂടി ഒരേ ഫർണിച്ചർ മതി, ബെഡ്, ഇതൊക്കെ എല്ലാം ഷെയറിങ് ആണ്. സിംഗിൾസിന് അതല്ല. മാത്രമല്ല ഇവർ 2 പേരുടെയും കൂടിയും പിന്നെ ഒരു ഇൻകം ഷെയറിങ് കാര്യങ്ങൾ ഒക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും സിംഗിൾസിൻ്റെ ഇടയിൽ എന്തില്ല, നടക്കുന്നില്ല. അപ്പോൾ പരസ്പരം ഒരു ഇക്കണോമിക് സപ്പോർട്ട് ഉണ്ട്, പിന്നെ ആ ഒരു ഇമോഷണൽ സപ്പോർട്ടുണ്ട്. സാധാരണ പറയൽ സിംഗിൾസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ സിംഗിൾസ് ഇനി ഈ ലിവിങ് ടുഗദറിൽ പോകും, പക്ഷെ അവരെക്കാളും ഹാപ്പി മാരീഡ് കപ്പിൾസിൻ്റെ ഇടയിലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ ഒരു പ്രതിജ്ഞ ഉണ്ട്. ആ ഒരു നമ്മളിപ്പോൾ ലീഗലി തന്നെ ഒരു കമ്മിറ്റ്മെന്റ് ലീഗലി ഉണ്ട്, പിന്നെ അതല്ലാതെ ഒരു മോറൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ആ മോറൽ കമ്മിറ്റ്മെൻ്റ് എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആണ്. അവിടെ എന്താ വെച്ചാൽ ഒരു സെക്ഷൽ ഫിഡലിറ്റി ഉണ്ട്. സെക്ഷലി ഞാൻ ചതിക്കപ്പെടൂല എന്നുള്ളൊരു വിശ്വാസം ഈ കമ്മിറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ഒരു ഇക്കണോമിക്കലായിട്ടുള്ള ഒരു ഷെയറിങ് ഉണ്ട്, ഒരു ഇമോഷണലായിട്ടുള്ള ഡിപ്പെൻഡൻസി ഉണ്ട്. ഇതൊക്കെ അവിടെ നടക്കുകയാണ്. മറ്റേതൊരു വിവാഹത്തിലൂടെ അല്ലാതെ സിംഗിൾസായി ജീവിക്കുന്നവർ അവരവരുടെ സെക്ഷുവലായിട്ടുള്ള നീഡ്സ് പൂർത്തീകരിക്കുന്നത് ചിലപ്പോൾ ഒരു ലിവിങ് ടുഗദറോ 1 നൈറ്റ് സ്റ്റാൻഡൊക്കെ ആയിരിക്കും. പക്ഷേ അവിടെ എന്താ വെച്ചാൽ ഒരു ബെഡ് ഷെയറിങ് മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ ബെഡ് ഷെയറിങ് മാത്രമല്ല, ഇവിടെ ഒരു ഇമോഷണൽ ഷെയറിങ്ങും ബാങ്ക് അക്കൗണ്ട് ഷെയറിങ്ങും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തരുന്ന ഒരു സെക്യൂരിറ്റി ഉണ്ട്. ആ സെക്യൂരിറ്റി ഒക്കെ നമ്മളെ ഇമോഷണലി എൻറിച്ച് ആക്കുന്നുണ്ട്, നമ്മളെ മെൻ്റലി എൻറിച്ച്, നമ്മളെ ഹെൽത്ത് കൂടുതൽ ഇതാക്കുന്നുണ്ട് എന്നൊക്കെയുള്ള പഠനങ്ങളാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും വിവാഹമാണ് മനുഷ്യനെ കൂടുതൽ സംതൃപ്തനാക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഈ അടുത്തൊക്കെ കുറച്ച് റീൽസും അതേപോലെ യൂട്യൂബ് ഷോർട്സ് ഒക്കെ കാണുന്നുണ്ട്. അതിൽ ഈ സിംഗിൾ പസംഗ എന്ന് പറഞ്ഞിട്ട് നടക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പഠനങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് ഈ സിംഗിൾ പസംഗ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് മരിക്കാനുള്ള സാധ്യത കൂടുതൽ. അതോടൊപ്പം ബാക്കിയുള്ള ആരോഗ്യം മോശമാകുന്ന, സംതൃപ്തി കുറവ്, ഇതൊക്കെ അവരിലാണ് കൂടുതലുള്ളതാണ്. അപ്പോൾ ഈ സിംഗിൾ പസംഗ എന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. ഇതിന് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ വാർത്തകൾ മാത്രം സെലക്റ്റീവായിട്ട്
സമൂഹത്തിലേക്ക് കൊണ്ടുവരും? പൊതുവേ പുതിയ ജനറേഷൻ്റെ ഇടയിൽ വിവാഹത്തോടൊരു വിരക്തി ഉണ്ടാക്കാൻ നല്ല ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. നല്ല ക്യാമ്പയിൻ. എന്തുകൊണ്ടാണ് വിവാഹത്തോട് വിരക്തി എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്മിറ്റ്മെൻറ്റ് ഫോബിയ ഉം. ഇതിലുണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ പിന്നെ കഴിയണില്ല, പേടിയാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ പാസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോൾ ഒരു മുമ്പുണ്ടായ പ്രീവിയസ് ആയ റിലേഷൻഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാവും, ചീറ്റ് ചെയ്യപ്പെട്ടത് കാര്യങ്ങൾ, നമ്മുടെ മുമ്പിൽ കാണുന്ന ഡൊമസ്റ്റിക് വയലൻസിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ ഈ ക്യാമ്പയിനിങ് ആണ് വിവാഹം കഴിച്ചാൽ അടിമയാകും, പിന്നെ അടിമയെ പോലെ ജീവിക്കേണ്ടി വരും, ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവില്ല, ഇങ്ങനെ കുറേ ക്യാമ്പയിനിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തന്നെ അറിയാലോ, നമ്മളെ നാട്ടിൽ തന്നെ കൂടുതലും പെൺകുട്ടികൾ വിവാഹം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ വിവാഹം വളരെ ലേറ്റായിട്ട് കഴിക്കുള്ളൂ എന്നൊക്കെ തീരുമാനിക്കുന്ന സംഗതി. ഇത് ശരിക്കും ഭയങ്കരമായൊരു ക്യാമ്പയിനിങ് തന്നെയാണ്. ഇപ്പോൾ റോഡ് ആക്സിഡൻറ്റ് എടുത്ത് നോക്കിയാൽ ഒരു കമ്പാരിസൺ, നമ്മൾ റോഡ് ആക്സിഡൻറ്റ് 2021 റോഡ് ആക്സിഡൻറ്റ് ഇന്ത്യയിലെ കണക്ക് പ്രകാരം 1 മണിക്കൂറിൽ 17 ആൾ ഇന്ത്യയിൽ റോഡ് ആക്സിഡൻറ്റിൽ മരിക്കുന്നുണ്ട്. 1 മണിക്കൂറിൽ 17 ആൾ. അപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇങ്ങനെ ക്യാമ്പയിൻ ചെയ്യാണ്, ആരും വാഹനത്തിൽ യാത്ര ചെയ്യരുത്, 1 മണിക്കൂർ 17 ആളാണ് മരിക്കുന്നത് എന്ന് നമ്മൾ ക്യാമ്പയിൻ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മളൊരു പേടി ഉണ്ടാവും. അപ്പോൾ ആ ക്യാമ്പയിനിങ് നിരന്തരം നമ്മളുടെ സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും നമ്മളുടെ ചുറ്റുവട്ടത്തും എല്ലാം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ, അപ്പോൾ നമ്മൾ ഞാനും വാഹനത്തിൽ കയറരുത് കാരണം മരണപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്നിങ്ങനെ ക്യാമ്പയിൻ ചെയ്ത് നമുക്ക് സ്വാഭാവികമായിട്ട് അതിനോടൊരു പേടിയാവും. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെയും വാഹനത്തിൽ കയറുന്നത്? നമ്മൾ എത്ര തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായാലും, എത്ര തന്നെ മരണങ്ങൾ സംഭവിച്ചാലും നമ്മൾ പിന്നെ റോഡിലൂടെ യാത്ര ചെയ്യും, വാഹനത്തിൽ കയറും. ഇനി നമ്മൾക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി നോക്കുക, എന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഒരാഴ്ച അവിടെ കിടന്നു, പിന്നെ വീട്ടിലേക്ക് പോകണവും വാഹനത്തിലാണ്. അപ്പോൾ അതിനോടൊരു ഇതും നമുക്കില്ല. പക്ഷേ വിവാഹം എന്നുള്ളത് ഇപ്പോൾ 2018 ഇന്ത്യയിലെ വിവാഹത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ 1000 വിവാഹം നടക്കുമ്പോൾ 13 ഡൈവേഴ്സ് ആവുന്നത്. അപ്പോൾ ഈ 13 ഡൈവേഴ്സിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അതിൻ്റെ കാരണങ്ങളെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കി 987 അവിടെ ഉണ്ട്. സക്സസ്ഫുൾ ഇത് നമ്മൾ ഇങ്ങനെ സുബൈദയും ജബ്ബാറും 25 വർഷം സുഖമായിട്ട് ജീവിച്ചു എന്ന് ഒരു ടി വിയിലും വാർത്ത വരില്ല. അവരെ ഹാപ്പിനെസ്സിന് ആരും പ്രൊജക്റ്റ് ചെയ്യൂല. അപ്പോൾ അവരെ ഇത്രയും 987 വിവാഹം നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ളൊരു ക്യാമ്പയിനിങ് കൂടെ നടക്കുന്നില്ല. പക്ഷെ തകരുന്നതിൻ്റെ വലിയ ക്യാമ്പയിനിങ്, ഇത് അപകടമാണ്, അടിമത്വമാണ്, സ്വാതന്ത്ര്യം ഉണ്ടാവില്ല എന്ന നിരന്തരം ക്യാമ്പയിന് നമ്മളുടെ കുട്ടികൾ അടിമപ്പെടുകയാണ്, അതിന് ബ്രെയിൻ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു സംഗതി ഇവിടെ നടക്കുന്നുണ്ട്. എന്തിനാണ് വിവാഹത്തോട് ഇങ്ങനെ ഉള്ളൊരു ക്യാമ്പയിനിങ് നടത്തുന്നത് വെച്ചാൽ കുടുംബജീവിതം ഇല്ലാതാക്കാൻ. കുടുംബം ഇല്ലാതായാൽ വേറെ കുറേ മെച്ചങ്ങൾ അവർക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് വിവാഹ ജീവിതത്തോടുള്ള ഒരു പേടി ആളുകൾ ഉണ്ടാകുന്ന ഈ സെലക്റ്റീവായ ഒരു ക്യാമ്പയിനിങ്, അതായത് ഫെയിലിയർ ആയിട്ടുള്ള ചില അടിച്ചമർത്തലുകൾ നടന്ന വിവാഹ ബന്ധങ്ങൾ മാത്രം എടുത്ത് അതിങ്ങനെ ഭയങ്കര അതൊന്ന്. രണ്ടാമത്തേത് ഈ സർവൈവ് ചെയ്യുന്ന ഡൈവേഴ്സുകൾ, പ്രത്യേകിച്ച് ഒരു സ്ത്രീ ഡൈവേഴ്സായിട്ട് അവർ ഇക്കണോമിക്കലി സർവൈവ് ചെയ്താൽ ഭയങ്കര സംഭവമാണ്. ഭയങ്കര അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം, അതിന് യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കണം, അതിന് ഭയങ്കര വ്യൂവേഴ്സ് കൂടണം. പിന്നെ അവർ നിങ്ങളാണ് യഥാർത്ഥ ഹീറോ, തീയാണ്, അതാണ് ചേച്ചിപ്പെണ്ണ്, നീ തീയാവുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, അതിങ്ങനെ വരികയാണ്. അപ്പം ഇതൊക്കെ ഇവർക്കൊരു റോൾ മോഡലായിട്ട് ഫീൽ ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഇതിൽ മനസ്സിലാകുന്നൊരു കാര്യം, ഈ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഈ പേടി സെലക്റ്റീവായിട്ട് അതിങ്ങനെ ക്യാമ്പയിൻ ചെയ്തതുകൊണ്ടാണ്. എന്നാൽ അതേസമയം റോഡ് ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു, അതും ഇങ്ങനെ വേണമെങ്കിൽ സെലക്റ്റീവായിട്ട് ക്യാമ്പയിൻ ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്യാത്തത് കൊണ്ടാണ് നമുക്കൊരിക്കും അങ്ങനത്തെ ഒരു പേടി തോന്നുന്നത്. അതുകൊണ്ടാണ് അതിനെ ഫോബിയ എന്ന് വിളിക്കുന്നത്. അതെ, ഗാമോഫോബിയ എന്നാണ് അതിന് പറയുക, കമ്മിറ്റ്മെന്റ് ഫോബിയ. ഫോബിയ എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ഇല്ലാത്തതിനെ പേടിക്കുക, ഇറാഷണൽ ഫിയർ ആണ്. നമ്മൾ ഹൈറ്റിനെ പേടി, ഹൈറ്റിൽ നമ്മൾ പോയി നിന്നുകൊണ്ട് ഒന്നും സംഭവിക്കൂല, പക്ഷെ അതൊരു ഇറാഷണൽ ഫിയർ ആണ്. കടലിനെ പേടിയുള്ളവരുണ്ട്. കടലിനെ പേടിയുള്ളവർ കടൽ കണ്ടാൽ തന്നെ പേടി, പക്ഷെ കടലൊന്നും ചെയ്യൊന്നുമില്ല, ഇറാഷണൽ ഫിയർ ആണ്. സാധാരണ ഇങ്ങനത്തെ ഫോബിയകൾ മാറ്റാൻ വേണ്ടി പിന്നെ സൈക്കോളജിയിലുള്ള തെറാപ്പി എന്ന് വെച്ചാൽ അതിനോട് കൂടുതൽ അടുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ കടലിനെ പേടിയുള്ളവനെ കടലിലേക്ക് ഇറക്കുക, എട്ടുകാലിനെ പേടിയുള്ളവൻ്റെ ദേഹത്ത് എട്ടുകാലിനെ വെക്കുക, വിവാഹത്തിന് പേടിയുള്ളവനെ വിവാഹം കഴിപ്പിക്കണം, അപ്പോൾ അത് മാറിക്കോളും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം, ഈ വളരെയധികം പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വാർത്ത വളരെ അടിസ്ഥാനരഹിതമാണ്. അവർ അതിനെക്കുറിച്ച് ഉണ്ടാക്കുന്ന ഒരു ആഖ്യാനം, ആ ഒരു നറേറ്റീവ് പോലെയല്ല ആ സ്റ്റഡി പറയുന്നത് എന്നാണ് മറ്റുള്ള പഠനങ്ങളും ഒക്കെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു രത്ന ചുരുക്കം നമുക്ക് പറയാനുള്ളത്. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും അടുത്ത വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
a privacy-focused Islamic matchmaking app that follows the Sunnah. Find a pious spouse the Sunnah way. Download Nisf now.